വാർത്തകൾ വിശദമായി. ജനാധിപത്യ മതേതര സങ്കല്പങ്ങൾ ഇന്ത്യയിൽ തകർക്കപ്പെട്ടിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു. കഴിഞ്ഞ 10 വർഷമായി വലിയ അപകടങ്ങളിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ പത്തനാപുരം മണ്ഡലത്തിലെ 3ാം ഘട്ട പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പഴകുളം മധു. ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സർക്കാരിൽ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിക്കാനാണ് പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ജനപ്രതിനിധികളിൽ സാധാരണക്കാരനൊപ്പം നിൽക്കണം ജനപ്രതിനിധികൾ. അവർ കൊട്ടാരവാസികളല്ല, കണ്ണാടി ചിരികൾക്കകത്തല്ല അവരിയ്ക്കേണ്ടത്. ജനങ്ങൾക്കിടയിലാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത, അവർക്ക് മാതൃക കാണിച്ച ജനപ്രതിനിധിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യം വലിയ അപകടത്തിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മതേതര സങ്കല്പങ്ങളെയും ഇവർ തകർത്തിരിക്കുന്നു. BJPയുടെയും സംഘപരിവാറിന്റെയും ഈ തേരോട്ടം അത് തടഞ്ഞു നിർത്താൻ ഈ രാജ്യത്തെ നാനാ വിഭാഗം വരുന്ന ജനങ്ങൾക്കും സ്വൈരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടാകണം. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയെ വെട്ടിമുറിച്ച് കീറിമുറിച്ച് മനുഷ്യ മനസ്സുകളിൽ മലീമസമായ വിദ്വേഷ പ്രചാരം നടത്തി മഹാഭൂരിപക്ഷമെന്നും ന്യൂനപക്ഷമെന്നുള്ള വേർതിരിവുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച മോഡി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. യോഗത്തിൽ രാധാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CR നജീബ്, K അനിൽ, അലക്സ് മാത്യു, സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ സംസാരിച്ചു. 12D ഫോമിൽ അപേക്ഷ നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചവരിൽ ആലപ്പുഴ ജില്ലയിൽ ഏപ്രിൽ 20 വരെ വോട്ട് ചെയ്തത് 17,048 പേർ. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഭിന്നശേഷിക്കാർ, എസൻഷ്യൽ സർവീസ് എന്നിവരാണ് 12D പ്രകാരം പോസ്റ്റൽ വോട്ടിനായി അപേക്ഷിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിൽ 8,122 പേരും മാവേലിക്കര മണ്ഡലത്തിൽ 8,926 പേരുമാണ് ഈ വിഭാഗത്തിൽ വോട്ട് ചെയ്തത്. ആലപ്പുഴ മണ്ഡലത്തിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 5,492 പേർ വോട്ട് ചെയ്തു. ഭിന്നശേഷിക്കാരായ 2,409 പേരാണ് വോട്ട് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് ഇരു വിഭാഗക്കാരുടെയും വോട്ട് രേഖപ്പെടുത്തിയത്. 221 പേരാണ് എസൻഷ്യൽ സർവീസ് വിഭാഗത്തിൽ വോട്ട് ചെയ്തത്. മാവേലിക്കര മണ്ഡലത്തിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 6,780 പേരും ഭിന്നശേഷിക്കാരായ 2,120 പേരും വോട്ട് ചെയ്തു. ഇവിടെ എസൻഷ്യൽ സർവീസ് വിഭാഗത്തിൽ 26 പേരാണ് വോട്ട് ചെയ്തത്. അംഗപരിമിതിയെ തോൽപ്പിച്ച പൗരബോധവുമായി ഭിന്നശേഷി സഹോദരങ്ങൾ. മാന്നാർ കുരട്ടിശ്ശേരി പുളിക്കലാലും മൂട്ടിൽ അബ്ദുൾ മുനീറിന്റെയും നദീറയുടെയും മക്കളായ ഹസീനയും അൻവറും കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വോട്ട് ചെയ്തത്. അംഗപരിമിതിയെ തോൽപ്പിച്ച് ഇത്തവണയും തങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഭിന്നശേഷി സഹോദരങ്ങളായ ഹസീനയും അൻവറും. ജന്മനാ തന്നെയുള്ള അംഗപരിമിതികൾ മൂലം പരസഹായത്തോടെ ജീവിക്കുന്നവരാണ് ഇരുവരും. എന്നാൽ വോട്ട് ചെയ്യുന്നതിനും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ പേപ്പറുകളിൽ പേരെഴുതി ഒപ്പിടാനും ബാലറ്റ് പേപ്പർ മടക്കി സുരക്ഷിതമായി കവറിലിട്ടൊട്ടിച്ച് ബാലറ്റ് പെട്ടിക്കുള്ളിൽ നിക്ഷേപിക്കാനും ഹസീനയ്ക്കും അൻവറിനും സഹായികൾ വേണ്ടി വന്നില്ല. സ്വയം നീങ്ങുന്ന ചക്രക്കസേരയിൽ അൻവർ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ഹസീനയെ പിതാവ് എടുത്ത് കസേരയിൽ ഇരുത്തുകയായിരുന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തരം ഫോറം 12Dയിൽ അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വോട്ട് ചെയ്യാനായത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ VS സവിജ മോൾ, മൈക്രോ ഒബ്സർവർ ഷിജു മാത്യു, ബൂത്ത് ലെവൽ ഓഫീസർ S ശ്രീജ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ക്യാമറമാനുമടങ്ങിയ സംഘം വീട്ടിലെത്തിയാണ് മാന്നാർ ടൗണിലെ 8ാം ബൂത്തിലെ വോട്ടർമാരായ ഹസീനയ്ക്കും അൻവറിനും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇരുചക്രവാഹന റാലിയും DJ ലൈറ്റ് ഷോയും നടത്തി. SB കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് യുവജനങ്ങൾ ബൈക്കിൽ കൂടി ഇന്ന് റോഡ് ഷോ നടത്തുക. കുറിച്ചി പഞ്ചായത്തിനും മാടപ്പള്ളി പഞ്ചായത്തിനും തൃക്കുടത്താനം പഞ്ചായത്തിനും മാടപ്പള്ളി പഞ്ചായത്തിനും പായിപ്പാട് പഞ്ചായത്തിനും ടൗണിലും ചുറ്റി സഞ്ചരിക്കുന്ന ഈ റോഡ് ഷോ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിജയം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ള അപേക്ഷയുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നത്. ഇന്ന് ഇവിടെ സംഘടിച്ചിരിക്കുന്ന എല്ലാ യുവജന നേതാക്കന്മാർക്ക് എല്ലാവിധമായിട്ടുള്ള പ്രവർത്തന ആശംസകൾ നേരുന്നു. ഇത് അരുൺകുമാറിന്റെ ഈ ആകാശമാണ്. ഈ ആകാശത്തെ പിടിച്ചു കെട്ടുവാൻ ആരുമില്ല.
ശക്തമായി അതിശക്തമായി പൻപിച്ച ഒരു കൂടി നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ത്യാഗോജ്വലമായ ഈ ബൈക്ക് യാത്രയ്ക്ക് എല്ലാവിധമായിട്ടുള്ള വിജയങ്ങളും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രകടന വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ 2 ലൈനായി എല്ലാ ബൈക്കുകളും ടൗൺ നോർത്ത്, കുറിച്ചി, ഇത്തിത്താനം, വാഴപ്പള്ളി, മാടപ്പള്ളി, തൃക്കൊടിത്താനം, പായിപ്പാട്, ടൗൺ വെസ്റ്റ് മേഖലകളിലെ പര്യടനത്തിന് ശേഷം ടൗൺ ഈസ്റ്റ് പെരുത ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ റാലി സമാപിച്ചു. തുടർന്ന് DJ ലൈറ്റ് ഷോ നടത്തി. പരിപാടിയിൽ LDF നേതാക്കളായ KC ജോസഫ്, K മാധവൻപിള്ള, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ, മോഹൻ ചേന്നങ്കളം, സജി ആലുമുട്ടിൽ, മൻസൂർ, MR രഘുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. നോ വോട്ട് ടു BJP എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധ പരിപാടി. കോൺഗ്രസ്, കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നീ പാർട്ടികളിലെ പ്രതിനിധികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോയ് ആനിത്തോട്ടം യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് മാമുട്ടിൽ അധ്യക്ഷനായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ VJ ലാലി, വർഗീസ് ആന്റണി, മാത്യൂസ് ജോർജ്, പ്രൊഫസർ സാജു കണ്ണന്ത്ര, സേവ്യർ ലായിക്കേരി, തോമസ് മാറാട്ടുകളം തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടിനായി മാരാരിക്കുളം ബീച്ചിൽ വടംവലി. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വോട്ടർ ബോധവത്കരണ വിഭാഗം സ്വീപ്പിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു വടംവലി. ആവേശകരമായ വടംവലി മത്സരത്തിൽ മണ്ണഞ്ചേരി സ്റ്റാർ A ടീം 1ാം സ്ഥാനം നേടി. വിജയികൾക്ക് സ്വീപ്പ് നോഡൽ ഓഫീസറും ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടറുമായ ഫിലിപ്പ് ജോസഫ് സമ്മാനം നൽകി. തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ GP ശ്രീജിത്ത്, ജോയിന്റ് BDO ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചിരുന്നു. കുട്ടനാട് ഫൈനാൻസ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു. സൊസൈറ്റി രക്ഷാധികാരിയും മുൻ MLAയുമായ CK സദാശിവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അരവി രാമകൃഷ്ണന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലാമണ്ഡലം അല്ലെ സത്യഭാമ നടത്തിയ അഭിപ്രായ പ്രകടനവും അതുമായി ബന്ധപ്പെട്ട് ശരിയായ രൂപത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടത് കേട്ടോ. നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി വളരെ ശ്രദ്ധിക്കപ്പെട്ടു. തക്ക സമയത്ത് നടത്തിയ ഒരു ഇടപെടലായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇടപെടാൻ കഴിയണം. നമ്മുടെ ഈ ജീർണ സംസ്കാരങ്ങളൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലമാണിത്. നമ്മളെല്ലാം കുഴിവെട്ടി മൂടി എന്ന് ധരിച്ച പലതും ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഇതുപോലുള്ള സംഘടനകൾ തികഞ്ഞ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനും അതിൻ്റെ പോരായ്മകളും വല്ലായ്മയൊക്കെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ചമ്പക്കുളം മാമ്മൂട് പാലത്തിന് സമീപമാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. KC രമേശ് കുമാർ, V വിത്തവാൻ, ചമ്പക്കുളം ബേബി എന്നിവർ സംസാരിച്ചു. ശാലിനി തോട്ടപ്പള്ളി, സജി നീലമ്പേരൂർ, പ്രഭാസുധൻ രാമങ്കരി എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. എടത്വ സെന്റ് ജോർജ് ഫൊറോന ദൈവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ ഏപ്രിൽ 27 മുതൽ മെയ് 14 വരെ ആഘോഷിക്കും. മെയ് 7-നാണ് പ്രധാന തിരുനാൾ. ചരിത്രപ്രസിദ്ധമായ ഒരു ദേവാലയമാണ് എടത്വ സെൻറ്റ് ജോർജ് ദേവാലയം. എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മാസം 27 മുതൽ മെയ് മാസം 14 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികളാണ് നടത്താറുള്ളത്. ഈ വർഷവും പതിവ് പോലെ 27-ാം തീയതി രാവിലെ 7 മണിക്ക് കൊടിയേറ്റുന്നതും മെയ് മാസം 14-ാം തീയതി വൈകുന്നേരമുള്ള പ്രദക്ഷിണത്തോടുകൂടി തിരുനാൾ അവസാനിക്കുന്നതുമാണ്. ഏപ്രിൽ മാസം 27 മുതൽ പ്രധാന തിരുനാളായ
മെയ് 7 വരെയാണ് കൂടുതൽ ആളുകൾ ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. 3-ാം തീയതി രാവിലെയാണ് പ്രസിദ്ധമായ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപം സാധാരണഗതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന അൾത്താരയിൽ നിന്നും ദേവാലയത്തിൻ്റെ കവാടത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. 7-ാം തീയതിയുള്ള ആഘോഷമായ പ്രദക്ഷിണം വരെ ദേവാലയ കവാടത്തിന്മേലായിരിക്കും വിശുദ്ധൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുക. ഏപ്രിൽ 27 രാവിലെ 7:30 വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. മെയ് 3 വെള്ളിയാഴ്ച രാവിലെ 7:30 വിശുദ്ധന്റെ തിരുസ്വരൂപം ദൈവാലയ കവാടത്തിൽ പ്രതിഷ്ഠിക്കും. തുടർന്നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 7 പ്രധാന തിരുനാൾ. മെയ് 14 ചൊവ്വാഴ്ചയാണ് 8-ാം ഇടം. അന്ന് വൈകുന്നേരം 4 ആരംഭിക്കുന്ന പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, ജേസപ്പൻ മത്തായി, ബിനോയ് മാത്യു, സോജൻ സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ വിശദീകരിച്ചു. ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 7-ാം ഉത്സവ നാളിൽ പ്രഥമ MR അച്ഛൻ പുരസ്കാരം വിതരണം ചെയ്തു. മൂന്നരപ്പറയിൽ MR പുരുഷന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ചെറുകര SNDP UP സ്കൂളിനാണ് MR അച്ഛൻ പുരസ്കാരം ലഭിച്ചത്. SNDP യോഗം 2-ാം നമ്പർ ശാഖയുടെ പ്രസിഡന്റ്, SNDP UP സ്കൂൾ മാനേജർ, ചെറുകര സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, H ബ്ലോക്ക് കായൽ കൺവീനർ തുടങ്ങിയ നിലകളിൽ സേവനം ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകൻ ശിവദാസ് ആതിരയ്ക്കും യുവ കർഷകൻ കലേഷ് കമലിനും പുരസ്കാരം ലഭിച്ചു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ചെറുകര സണ്ണി ലൂക്കോസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എല്ലാ വർഷവും ഉത്സവത്തിന് 1 ദിവസമോ 2 ദിവസമോ ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വന്ന ഈ മനോഹരമായ താലപ്പൊലിയും മറ്റ് കാഴ്ചകളും ഒക്കെ സത്യത്തിൽ വല്ലാത്ത സന്തോഷം തോന്നി. അതിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മുടെ പുതിയ തലമുറ, ആ പുതിയ തലമുറ അവരുടെ പുതിയ രീതികൾ, പുതിയ വസ്ത്രധാരണം, പുതിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയ, അവരോട് എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, നമ്മൾ കുറേ വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ പഴയ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ പഴയ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ നമ്മുടെ ഈ പ്രദേശമൊക്കെ ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളും പട്ടിക ജാതി ജനവിഭാഗങ്ങളും അടക്കമുള്ള സാധാരണക്കാര് നമ്മുടെ നവോത്ഥാനത്തിന് മുമ്പ് വളരെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. എന്ന് വെച്ചാൽ ജന്മിയുടെ അടിമത്തത്തിലും ജാതിയുടെ എല്ലാ വിവേചനവും നേരിട്ട് ജീവിച്ച ഒരു ജനതയുണ്ട്. 2023 ഏപ്രിൽ 20 85-ാം വയസ്സിൽ നിര്യാതനായ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു MR പുരുഷൻ. SNDP യോഗം 20-ാം നമ്പർ ശാഖ ചേന്നങ്കരി ശ്രീനാരായണപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ 9-നും 9:40-നും മധ്യേയുള്ള ഇടവം രാശി മുഹൂർത്തത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ. പ്രതിഷ്ഠാകർമ്മത്തിന് മുൻപായി ക്ഷേത്രത്തിൽ ഗുരുപൂജ, ഗണപതി ഹോമം, മുളപൂജ, പ്രാസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ എന്നിവ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിജു തന്ത്രികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. തുടർന്ന് ചേർന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാമ്പുഴക്കരി സെന്റ് ജോർജ് ജ്ഞാനായ പള്ളിയിൽ വലിയ പെരുന്നാളിന് കൊടികയറി. കൊടിയേറ്റ് ദിനമായ ഞായറാഴ്ച രാവിലെ 7:45-ന് പ്രഭാത പ്രാർത്ഥനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. നിന്റെ കരുണക്കോട്ടയില്ലായ്പോഴും ഇവരെ ചുറ്റിക്കൊള്ളണമേ, ഇവരെ കുറ്റമില്ലാത്തവരാക്കി തീർക്കണമേ. രഹസ്യവും പരസ്യമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. ഇവരെയും ബലഹീനരായ ഞങ്ങളെയും സകല പട്ടക്കാരെയും ശുശ്രൂഷകരെയും
ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാത പ്രാർത്ഥനയിലും തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ 10:15 പെരുന്നാൾ കൊടിയേറ്റ്. വികാരി ഫാദർ മാത്യു കവിരായിൽ, ഫാദർ ജിനു മേലയിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ ആഘോഷ ചടങ്ങുകൾക്ക് ട്രസ്റ്റി ജോയി പുത്തൻകളം, സെക്രട്ടറി ജോൺസൺ കോന്ത്യാപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 6-ന് സന്ധ്യാപ്രാർത്ഥന നടക്കും. തിരുവനന്തപുരം ഇഗ്നാത്തിയോസ് ജ്ഞാനായപ്പള്ളി വികാരി ഫാദർ ക്രിസ്റ്റോസി കുര്യൻ ചക്കിട്ടപ്പറമ്പിൽ പെരുന്നാൾ സന്ദേശം നൽകും. 7-ന് ഭക്തിനിർഭരമായ റാസയും 9-ന് ധൂപപ്രാർത്ഥനയും നടക്കും. ബുധനാഴ്ച രാവിലെ 9-ന് ആരംഭിക്കുന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11:30-ന് സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന, തുടർന്ന് പള്ളിക്ക് ചുറ്റും റാസ എന്നീ ചടങ്ങുകൾക്ക് ശേഷം വലിയ പെരുന്നാളിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങും. തലവടി ചക്കുളം തെക്ക് 2835 നമ്പർ SNDP ശാഖാക്ഷേത്രത്തിലെ ഭഗവതി വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം തന്ത്രി സുജിത് തന്ത്രികളുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. ക്ഷേത്ര സമർപ്പണവും ഓഡിറ്റോറിയ സമർപ്പണവും ഇതോടൊപ്പം നടത്തി. ക്ഷേത്ര സമർപ്പണം കുട്ടനാട് SNDP യോഗം സൗത്ത് യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപും, ഓഡിറ്റോറിയം സമർപ്പണം കുട്ടനാട് സൗത്ത് യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് സുപ്രമോദവും നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് അജിമോൻ, സെക്രട്ടറി വിജയമ്മ രാജൻ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6795 രൂപ, പവന് 54,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.